ഹലോ, വെൽക്കം ടു റിച്യൂസ് ബ്യൂട്ടി. ഇന്നത്തെ വീഡിയോയിൽ പാർട്ടി വെയർ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു മിറർ വർക്കിൻ്റെ പാറ്റേൺ ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വർക്ക് വന്നിട്ട് നമ്മൾ നെക്കിലും അതുപോലെ കുർത്തയുടെ താഴെയുള്ള പോർഷനിലുമാണ് ചെയ്തെടുത്തേക്കുന്നത്. അതിന് വേണ്ടിയായിട്ട് ശരിക്കും റൗണ്ട് ഷേപ്പിലുള്ള ബീഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാബ്രിക് ഗ്ലൂവും യൂസ് ചെയ്ത് നെക്ക് ഫുള്ളായിട്ട് ഇതുപോലെ മിറർ ഒട്ടിച്ചു കൊടുത്തു. ബ്ലാക്ക് കളർ ബൊട്ടീക്ക് സിൽക്കിൻ്റെ 2.5 മീറ്ററിൻ്റെ ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് കളർ ത്രെഡാണ്, മൾട്ടി കളർ ത്രെഡിലായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ആദ്യം ചെയ്തത് നടുക്കുള്ള ബീഡാണ്. അത് വന്നിട്ട് ഒരു പീച്ച് കളറിലാണ് ചെയ്തെടുത്തത്. സോ ഫസ്റ്റ് 6 സ്റ്റാൻഡേർഡ് ത്രെഡ് തന്നെ യൂസ് ചെയ്യുക. ഇതുപോലെ മിററിന് നേരെ ഓപ്പോസിറ്റിൽ ഒരു സൈഡിൽ കുത്തി നേരെ ഓപ്പോസിറ്റിലേക്ക് താഴത്തേക്ക് ഇതുപോലെ താത്തിയെടുക്കാം. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ക്രോസ് ആയിട്ട് അടുത്ത സൈഡിലേക്ക് ഇതുപോലെ താഴത്തേക്ക് താത്തിയെടുക്കുക. ഇനി ഇപ്പം ചെയ്തതിൻ്റെ നടുക്കുന്ന് വീണ്ടും ഇതുപോലെ എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുത്തി കൊടുക്കുക. അടുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ചെയ്തതിൻ്റെ ഉള്ളിക്കൂടെ ഒന്ന് റൗണ്ട് ഇതുപോലെ ചുറ്റി ടൈറ്റാക്കി എടുത്തതിന് ശേഷം അത് കറക്റ്റ് സെൻറ്ററിലായിട്ട് വരുന്നുണ്ടെന്ന് നമ്മൾ വലിച്ചു പിടിച്ച് സെൻറ്ററാക്കി എടുത്തിട്ട് വീണ്ടും താഴത്തേക്ക് ഇതുപോലെ കുത്തിയെടുക്കുക. ഇനി നമ്മൾ ചെയ്തതിൻ്റെ തൊട്ട് സൈഡിലുള്ള ആ ക്രോസിൻ്റെ തൊട്ടടുത്തായിട്ട് നീഡിൽ ഇതുപോലെ പൊക്കിയെടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിക്കോട് ഇതുപോലെ റൗണ്ടായിട്ട് ചെയ്ത് ആദ്യം എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് താത്തി കൊടുക്കുക. വീണ്ടും എടുത്ത് ഒന്ന് ചുറ്റിച്ച് അപ്പുറത്തെ സൈഡിൽ താത്തിയെടുക്കുക. അതേമാതിരി ലെഫ്റ്റ് സൈഡിൽ പൊക്കിയെടുത്ത് ശരിക്കും മിററിൻ്റെ തൊട്ടടുത്ത് തന്നെ പൊക്കിയെടുക്കണം. അടുത്തതൊന്ന് ചുറ്റിച്ച് റൈറ്റ് സൈഡിൽ താത്തി കൊടുക്കുക. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മുടെ മിററിൻ്റെ നടുക്കായിട്ട് വരും. 3 or 4 പ്രാവശ്യം ചെയ്തെടുത്താൽ മതിയാവും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത നൂലിൻ്റെ അടുത്ത സെറ്റിലേക്ക് പോവുക. ഇതുപോലെ തന്നെ ചുറ്റിച്ച് താത്തി കൊടുക്കുക. ഇങ്ങനെ എല്ലാ മിറർ വർക്ക് ഞാൻ ചെയ്തെടുത്ത ബൊട്ടിക് സിൽക്കിലാണ്. കാരണം ഓൾറെഡി അതിനൊരു ഷൈനിങ് അപ്പിയറൻസും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ തുണി തേക്കണം എന്നില്ല. സോ മിറർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ സ്റ്റോൺ വർക്കൊക്കെ വരുമ്പോൾ തേക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം മാക്സിമം അങ്ങനത്തെ വർക്കുകളെല്ലാം ബൊട്ടിക് സിൽക്കിൽ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യും. സോ ഇപ്പോൾ ഈ ചുറ്റിയെടുത്ത് എല്ലാത്തിൻ്റെയും ചുറ്റിനെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഹാൻഡ് എംബ്രോയ്ഡർഡ് വർക്ക്സ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ മെറ്റീരിയലും ഫാബ്രിക്കും ഞങ്ങളുടെ കയ്യിലുണ്ട്. സോ എന്ത് രീതിയിൽ ചെയ്ത് കിട്ടാനും എന്ത് കസ്റ്റമൈസേഷൻ ചെയ്ത് കിട്ടാനും പറ്റുന്നതാണ്. കുർത്തയുടെ മെറ്റീരിയൽ ആട്ടോ കയ്യിലുള്ളത്. സോ അല്ല ഇനി അങ്ങനത്തെ വേണ്ട നിങ്ങളുടെ തന്നെ മെറ്റീരിയൽ ചെയ്യാനാണെങ്കിലും അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്ത് തന്നാൽ മതി. അതുപോലെ ഇതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റിലും എഴുതി അറിയിക്കുക. ഇപ്പോൾ അതുപോലത്തെ ഒരു വർക്ക് കഴിഞ്ഞു. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മിററിനും വർക്ക് ചെയ്തെടുക്കുവാണ്. പല കളറിലുള്ള ത്രെഡ്സ് യൂസ് ചെയ്ത് ഇതുപോലെ വർക്ക് ചെയ്തെടുത്തു. ഇനി അതിന് ശേഷം ഇതിന് ഇല ക്രോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇല തയ്ക്കാനായിട്ട് ലൈറ്റ് ഗ്രീൻ കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6 strand തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് വന്നിട്ട് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുത്തത്. ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ ലേസി ഡീസി വെച്ചിട്ട് ഇല ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതേപോലെ എല്ലാത്തിൻ്റെയും ഇടയിൽ കൂടെ ചെയ്തെടുക്കുക. സോ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ തന്നെ ഈ ഒരു സെയിം വർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ഇലകളൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഗ്ലാസ് കട്ട് ബീഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് കട്ട് ബീഡ് യൂസ് ചെയ്ത് ഇലയുടെ നടുക്കുള്ള പോർഷൻ, അത് ലേസി ഡീസി ചെയ്ത് കഴിയുമ്പോൾ നടുക്ക് കുറച്ച് ഏരിയയിൽ എം ടി ആയിരിക്കുമല്ലോ, ആ ഒരു പോർഷനിൽ വന്നിട്ട് ബീഡ് തുന്നി കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. തുന്നാനായിട്ട് ഗ്ലാസ് കട്ട് ബീഡാണ് യൂസ് ചെയ്തേക്കുന്നത്. വലിയ സൈസല്ല, ഗ്രീൻ കളർ തന്നെ ഗ്ലാസ് ബീഡിൻ്റെ ചെറിയ സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. ചെയ്യാനായിട്ട് യൂസ് ചെയ്തതാണ് ത്രെഡ് എന്ന് പറഞ്ഞാൽ മെഷീൻ എംബ്രോയിഡറി ചെയ്യുന്ന ത്രെഡാണ്. മെഷീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞാണ് ഗ്ലാസ് ബീഡ് യൂസ് ചെയ്തേക്കുന്നതാണ്. നീഡിൽ ഇടയിൽ കുത്തിയെടുത്തിട്ട് ഒരു ഗ്ലാസ് ബീഡ് കോർത്ത് കൊടുത്ത് അവിടെ തയ്ച്ചു വയ്ക്കുക. 2 പ്രാവശ്യം കോർത്തെടുക്കണം, എന്നാലാണ് അത് ടൈറ്റായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പാർട്ടി വെയർ ആയിട്ട് നല്ല രീതിയിൽ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് ഐറ്റമാണ് ഇത്. സോ ഇങ്ങനത്തെ വർക്ക് നിങ്ങൾക്ക് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. വർക്ക് ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മെഷർമെൻറ്റ് ഡീറ്റെയിൽസും കൂടെ ആ ഒരു സമയത്ത് പറഞ്ഞാൽ മതി. സോ നിങ്ങളുടെ ബോഡീനനുസരിച്ചുള്ള മെഷർമെൻറ്റിൽ വർക്ക് ചെയ്ത് തരാൻ പറ്റുന്നത് നല്ലൊരു എലഗൻറ്റ് പാർട്ടി വെയർ ആയിട്ടുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.